ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. എക്സാം വരികയാണ്. ഫോർ മീ എക്സാമിനേക്കാൾ കൂടുതൽ പ്രിപ്പറേഷൻസ് വേണ്ടത് പഠിക്കാനിരിക്കാനാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ എൻ്റെ ടൈം ടേബിൾ പ്രിൻ്റ് എടുത്ത് എന്നും കാണുന്ന പോലെ വലുതാക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടിട്ട് ഞാനൊരു പഠിപ്പിസ്റ്റാണെന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ എനിക്ക് ഇപ്പോൾ കുറച്ച് ലാക്ക് ഓഫ് മോട്ടിവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ പഠിക്കാനുള്ളൊരു ട്രിഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് പരിപാടികളാണിത്. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക. സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചുമരിനും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഞാൻ എൻ്റെ ബുക്കുകളൊക്കെ ഓരോ മുക്കുന്നും മൂലയിന്നും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു. ഇത്രയും ബുക്കുണ്ട്. ഇത് മുഴുവൻ പഠിച്ചെടുത്താൽ നമ്മുടെ പരിപാടി ഡണ്ണാണ്. അപ്പോൾ ആദ്യം ഓരോ സബ്ജക്റ്റ് എടുക്കും. അതിൻ്റെ മൊഡ്യൂളുകൾ ജസ്റ്റ് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ സ്റ്റിക്കി നോട്ട് പാഡിലായിട്ട് എഴുതി വയ്ക്കും. ഈ സ്റ്റിക്കി നോട്ട് പാഡൊക്കെ ഇപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. ഒരുവിധം പഠിക്കുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ ഓരോ സബ്ജക്റ്റ്, എനിക്ക് 6 സബ്ജക്റ്റാണ് ഉള്ളത്. ഇതിൻ്റെ ഓരോ മൊഡ്യൂള് എനിക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതൊക്കെ ചുമരിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇപ്പം അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റ് തീർത്തിട്ടല്ല പോകുന്നത്. ചിലപ്പോൾ ഓരോ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്റേഴ്സ് വൈസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് ഒക്കെയാണ് പഠിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ചെറിയ സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.